ഇത് അറുക്കുട്ര് പാർട്ട് 2. ഞങ്ങൾ നേരെ പിന്നെ വന്നത് കോഫി മ്യൂസിയത്തിലേക്ക് കേട്ടോ. ഇവിടെയും ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി. ഇപ്പം ഏകദേശം രാത്രി ഒരു 8 മണിയോടെ അടുത്തായിട്ട്. ആ സമയത്ത് അവിടെ നല്ല തിരക്കുണ്ട്. അതുകൂടാതെ നല്ല തണുപ്പായി തുടങ്ങി. ഇതിനകത്ത് കോഫിയുടെ ഓരോ പ്രോസസ്സിങ്ങിനെ പറ്റിയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏത് നാട്ടുകാരാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായത്, കോഫിയുടെ ഒരു ചെടി മുതൽ വയ്ക്കുന്നത് മുതൽ അതെങ്ങനെയാണ് നമുക്ക് കോഫി ബീനായി അല്ലെങ്കിൽ കോഫിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്ന് വരെയുള്ള എല്ലാ രീതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന മെഷീൻസ്, ആ കോഫിക്ക് വേണ്ടിയുള്ള ഓരോ പാത്രങ്ങളും എല്ലാം നമുക്കവിടെ കാണാം. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി മെയിൻ്റെനൻസ് മുമ്പുണ്ടായിരുന്നു. എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ മെയിൻ്റെനൻസ് കുറച്ചുകൂടെ കുറവായ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാപ്പിക്കുരു ആവുന്നു, അത് പൂക്കുന്നു, പിന്നെ അത് ബീൻസ് എടുത്ത് ആൾക്കാരതിനെ പൊടിച്ച് പ്രോസസ്സ് ചെയ്യുന്ന രീതി എല്ലാം കാണിക്കുന്നുണ്ട്. ഇതവിടെ ഏതൊക്കെ രീതികളിലുള്ള കോഫികൾ കിട്ടുമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കേട്ടോ. ഇത് ഹോട്ട് കോഫിയും ഈ കാണുന്ന ലിസ്റ്റെല്ലാം കോൾഡ് കോഫികളാണ് കേട്ടോ. ഞങ്ങളൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഇവിടെയാണ് ഓർഡർ ചെയ്യേണ്ടത്. ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ ഒരുപാട് സമയമെടുത്തു, അത്ര തിരക്കായിരുന്നു. ഈ കാണുന്നത് അവിടെയുള്ള കോഫി പൗഡറുകളും അതുപോലെ ചോക്ലേറ്റ്സും ഉള്ളൊരു ഷോപ്പാണ്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ആൻറ്റിക് പീസസിൻ്റെയും ട്രഡീഷണൽ പീസസിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങളൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം ചോക്ലേറ്റും കോഫിയൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിയിട്ടോ. റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങി. ഞങ്ങൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഡാൻസും, അത് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി ഞാനും ഹസ്സും കൂടെ ഒന്ന് പുറത്തേക്ക് പോയിട്ടാണ്. നല്ല തണുപ്പായതുകൊണ്ട് ഹസ്സ് പറഞ്ഞു വായു നമുക്ക് പോയിട്ട് ചായ കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് ചായയൊക്കെ കുടിച്ചു. അതേ കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു. തിരിച്ചെത്തി വീണ്ടും ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ശരിക്കും എൻജോയ് ചെയ്തു. ഇത് എൻ്റെ ഹസ്സിൻ്റെ ഡാൻസ്. ഇങ്ങനെയും ഡാൻസ് കളിക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഞങ്ങളുടെ ഡാൻസ് കണ്ടത് എത്തി ഞങ്ങളുടെ മോനും, അവനും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഡാൻസിന് ഞങ്ങൾ ചെറിയ റെസ്റ്റൊക്കെ കൊടുത്ത് അടുത്തത് ബാംബൂ ചിക്കൻ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്.
അർക്കൂല് ഫേമസ് ആയിട്ടുള്ള ഒന്നാട്ടോ ബാംബു ചിക്കനും ബാംബു ഫിഷൊക്കെ. അതിനിടയ്ക്ക് മോൻ തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുളയ്ക്കകത്ത് ചിക്കൻ നിറച്ച് അതിനെ ചുട്ടെടുക്കുന്ന രീതിയാണ് കേട്ടോ ബാംബു ചിക്കൻ. എല്ലാവരും കഴിച്ചു തുടങ്ങി. ഭയങ്കര എരിവായിരുന്നു. എരിവെന്ന് പറഞ്ഞാലും പോരാ, എനിക്കും ഹസനൊക്കെ ഭയങ്കര എരിവായിരുന്നു. ഞങ്ങൾ സാധാരണ ഇത്ര എരിവ് കൂട്ടാറില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കഴിച്ചുപോയി. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അവിടെ പോയി കഴിഞ്ഞാൽ. ഒരു മസാലയോ ഒന്നുമില്ല, എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം. മക്കളൊക്കെ എരിഞ്ഞിട്ടാണേലും കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ആരും വിടാനുള്ള മനസ്സൊന്നുമില്ല. ഞാനും ഹസും എരിഞ്ഞെരിഞ്ഞെരിഞ്ഞത് കഴിച്ച് തീർത്തു, അങ്ങനെ വേണം പറയാൻ. കുട്ടികൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, മതി ആൻറ്റി, എന്തിനാ ഇങ്ങനെ കരയണമെന്നൊക്കെ ചോദിച്ച്. തളരരുത് രാമൻകുട്ടി എന്ന് വിചാരിച്ച് ഞാനും കഴിച്ചു തുടങ്ങി. അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്തു. 2 ഗ്രൂപ്പായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ മത്സരം. ആരും വിട്ടുകൊടുക്കുന്നില്ല. എല്ലാവർക്കും നന്നായി പാട്ടൊക്കെ അറിയാട്ടോ. കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, നിൻ മാണിക്കച്ചപ്പ് പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കുമില്ലാഞ്ഞതല്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി കാണും. ഇതിലും നല്ല ഫോഗായിരുന്നു കേട്ടോ. ചേട്ടൻ നേരത്തെ എണീറ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നല്ല ഫോഗാണ്, ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരുന്നു. മോനൊക്കെ ഉണർന്നുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല ഏട്ടൻ്റെ കൂടെ. അവർ പിന്നെ ഓരോ കളിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ ഒരു ഫാമിലി 2 പേർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ. നല്ല ഭക്ഷണമാണേ. പിന്നെ ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ആരും കയറാൻ താല്പര്യം കാണിച്ചില്ല. പിന്നെ പോയത് ചോക്ലേറ്റ് ഫാക്ടറി. അവിടെ കയറുന്ന എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അവിടെയും ടിക്കറ്റ് ഉണ്ട്. അവിടെ തന്നെ ചോക്ലേറ്റ്സിൻ്റെ കുഞ്ഞു കുഞ്ഞ് ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിലും പുറകിലായിട്ടാണ് അവരുടെ മെയിൻ ഫാക്ടറി. ഇതേ കണ്ടോ, ചോക്ലേറ്റ് റോസ്റ്റിംഗ് പ്രോസസ്സായിട്ടോ. മിൽക്ക് ചോക്ലേറ്റിൻ്റെ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതേ ഈ കാണുന്നത് ചോക്ലേറ്റ് മെൽറ്റായി വരുന്നതാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൾ എന്ത് സാധനം കിട്ടിയാലും മോൾ എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ. ഈ കാണുന്നതാണ് അർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങോട്ട് നമുക്ക് ട്രെയിൻ മാർഗവും വരാം. അത് വേറൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തിയത് അർക്കുവിലെ പൈനറിയിലേക്കാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും അകത്ത് കിടന്നു. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
അവിടെ കുറച്ച് പ്ലേ ഏരിയ ഉള്ളത് കൊണ്ട് കുട്ടികളെല്ലാവരും അവിടെ കളിക്കാൻ വേണ്ടി പോയി. വലിയവരാണെങ്കിലും ഓടി നടന്ന ഫോട്ടോസും വീഡിയോസും എടുക്കലാണ്. അങ്ങനെ ഞാനും എടുത്തു ഓരോ വീഡിയോസ്. മോളും അവൾക്കാവുന്ന പോലെ അവിടെ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ആൾക്കാരെ കാണുന്നത് എല്ലാവരും കൂടെ കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന അവിടുത്തെ ട്രൈബൽ ഡാൻസ്. ആർക്കു കാഴ്ചകൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വൈസാഗിലോട്ട് യാത്ര തുടങ്ങി. അടിവാരം എത്തിയപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനായി നിർത്തി. എല്ലാവരും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. രാത്രി ഏകദേശം ഒരു 7:30-8 മണിയോടുകൂടി ഞങ്ങളെല്ലാവരും ക്വാർട്ടേഴ്സ് എത്തിയിട്ട്. അങ്ങനെ ഞങ്ങൾ അറക്കു യാത്ര അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.